ഹായ്. രാത്രി ഒരുപാട് നേരം കഷ്ടപ്പെട്ട് എടുത്തുകൂടെ നടന്ന് താരാട്ട് പാടി കുട്ടിയെ നമ്മളൊന്ന് ഉറക്കി. ഒരു ടൈം ബോംബ് താഴെ വെക്കുന്ന അത്ര സൂക്ഷ്മതയോടെ വളരെ പതുക്കെ കുട്ടിയെ കട്ടിലിൽ കിടത്തി കാലൊച്ച കേൾപ്പിക്കാതെ നിങ്ങൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നു. അപ്പോഴേക്കും ദാ വരുന്നു പുറകിൽ നിന്നും ഒരു വിളി, അമ്മേ. നിങ്ങൾ ഉറക്കച്ചടവോടെ വീണ്ടും എഴുന്നേറ്റ് കുട്ടിയെ തഴുകി ഉറക്കാൻ ശ്രമിക്കുന്നു. ഒരുവിധം ഉറക്കിക്കിടത്തി നിങ്ങളുടെ കണ്ണൊന്ന് അടയുമ്പോഴേക്കും വീണ്ടും ഉണർന്ന് കുട്ടി കരച്ചിൽ തുടങ്ങും. രാത്രി കുട്ടിക്ക് വെള്ളം കൊടുക്കാനും എടുത്തു നടക്കാനുമൊക്കെയായി ഉറക്കമൊഴിച്ച് രാവിലെ 6 മണിയാകുമ്പോഴേക്കും നിങ്ങളുടെ നടുവൊടിഞ്ഞ് വല്ലാത്തൊരു ക്ഷീണമായിരിക്കും അല്ലേ? ഇത് എപ്പോൾ മാറും? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കുട്ടി ഇങ്ങനെ എപ്പോഴും എഴുന്നേൽക്കുന്നത് എന്ന് മനസ്സിൽ പലവട്ടം ചിന്തിച്ചിട്ടുള്ള ഒരു അമ്മയാണോ നിങ്ങൾ? ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 18 മുതൽ 36 മാസം വരെയുള്ള കുട്ടികളിൽ കാണുന്ന സ്ലീപ്പ് റിഗ്രഷൻ ആൻഡ് നെറ്റ് വേക്കിംഗ് പൂർണ്ണമായി മനസ്സിലാക്കാനും ആ പഴയ നല്ല ഉറക്കം തിരിച്ചു കിട്ടാനുമുള്ള ഒരു 5 സ്റ്റെപ്സ് ജെൻറ്റിൽ പ്ലാനുമായിട്ടാണ്. നമുക്ക് തുടങ്ങാം. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സ്ലീപ്പ് റിഗ്രഷൻ? കുട്ടിക്ക് നല്ല ഉറക്കം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഉറക്കം മോശമാകുന്ന ഒരു വളർച്ചാ ഘട്ടത്തെയാണ് സ്ലീപ്പ് റിഗ്രഷൻ എന്ന് പറയുന്നത്. 18 മുതൽ 36 മാസം വരെയുള്ള കുട്ടികളുടെ തലച്ചോർ വളരെ വേഗത്തിൽ വികസിക്കുന്ന സമയമാണ്. പുതിയ വാക്കുകൾ പഠിക്കുന്നതിൻ്റെ ആവേശം, അമ്മയെ പിരിയുന്നതിലുള്ള പേടി, അതായത് സെപ്പറേഷൻ ആങ്സൈറ്റി, നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പോട്ടി ട്രെയിനിങ്, ഇവയെല്ലാം അവരുടെ ഉറക്കത്തിൻ്റെ സൈക്കിളിനെ തകർക്കുന്ന കാരണങ്ങളാണ്. കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന അമിഗ്ഡാല ഈ പ്രായത്തിൽ വളരെ ആക്റ്റീവായിരിക്കും. എന്നാൽ കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ട ഭാഗം ഇപ്പോഴും വികസിച്ച് കൊണ്ടിരിക്കുന്നേയുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രിയിലുണ്ടാകുന്ന ഏതൊരു ചെറിയ അസ്വസ്ഥതയും അവരെ വളരെ പെട്ടെന്ന് ഉണർത്തും. നിങ്ങളുടെ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ഇത് തികച്ചും നോർമലാണ്. ഈ പ്രായത്തിൽ പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളിലാണ് സ്ലീപ്പ് റിഗ്രഷൻ ഉണ്ടാകുന്നത്. ഒന്നാമതായി 18 മാസത്തെ റിഗ്രഷൻ. ഉറക്കാൻ കൊണ്ടുപോകുമ്പോഴായിരിക്കും അവർക്ക് ഓടാനും ചാടാനും തോന്നുക. നടക്കാനും പുതിയ കാര്യങ്ങൾ പറയാനും പഠിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് അവർ. ഇനി രണ്ടാമതായി 24 മാസത്തെ റിഗ്രഷൻ. രാത്രി പെട്ടെന്ന് എഴുന്നേറ്റ് വലിയ വാശിയായിരിക്കും, എനിക്ക് വെള്ളം വേണം, അതും ആ ചുവന്ന ഗ്ലാസ്സിൽ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞവർ അലറിക്കരയും. 30-ാമത്തെ മാസത്തിലുള്ള റിഗ്രഷൻ. ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ നെറ്റിയിലോ കയ്യിലോ മുറുകെ പിടിച്ചിട്ടുണ്ടാകും. നിങ്ങളൊന്ന് തിരിഞ്ഞു കിടന്നാൽ അപ്പോൾ ഉണരും. അമ്മയെ പിരിയാനുള്ള പേടിയുടെ ഭാഗമാണിത്. അവസാനമായി 36-ാമത്തെ മാസത്തെ റിഗ്രഷനാണ്. അമ്മയെ കർട്ടൻ്റെ പിറകിൽ ആരോ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ കട്ടിലിനടിയിൽ ഭൂതമുണ്ടോ എന്നൊക്കെ പേടി തുടങ്ങുന്ന സമയമാണത്. ഭാവനകൾ വർദ്ധിക്കുന്നത് കൊണ്ട് ദുസ്വപ്നങ്ങൾ കാണാനും ഇടയുണ്ട്. പ്രശ്നം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് മാറ്റാൻ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതിന് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, കൃത്യമായിട്ടുള്ള ഒരു ഉറക്കശീലം ഉണ്ടാക്കിയെടുക്കുക. ദിവസവും കിടക്കുന്നതിന് മുമ്പുള്ള 15 മിനിറ്റ് ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇളം ചൂടുവെള്ളത്തിൽ ശരീരം തുടക്കുക, പതുക്കെ കഥ പറയുക, താരാട്ട് പാടുക, അങ്ങനെ. സ്റ്റെപ്പ് നമ്പർ 2, വികാരങ്ങളെ അംഗീകരിക്കുക. രാത്രി കുട്ടി ഉണർന്ന് കരയുമ്പോൾ ഒന്ന് വായടച്ച് കിടന്നുറങ്ങുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ദേഷ്യപ്പെടരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പകരം ശാന്തമായി പറയുക, അമ്മ ഇവിടെ തന്നെയുണ്ട്, പേടിക്കണ്ട എന്നിങ്ങനെ. അവരുടെ വികാരങ്ങളെ നമ്മൾ മാനിക്കുക. സ്റ്റെപ്പ് നമ്പർ 3, ഒരുമിച്ച് റിലാക്സ് ചെയ്യുക, അതായത് കോ റെഗുലേഷൻ. കുട്ടി അമിതമായി കരയുമ്പോൾ 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നിക്ക് ഉപയോഗിക്കുക. ഇതെങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ വളരെ വിശദമായി പറയുന്നുണ്ട്. സ്റ്റെപ്പ് നമ്പർ 4, സേഫ് സ്ലീപ്പ് എൻവയോൺമെൻറ്റ്. സുരക്ഷിതമായിട്ടുള്ള ഉറങ്ങാനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. മുറിയിൽ നല്ല ഇരുട്ടും തണുപ്പും ഉണ്ടെന്ന് ഉറപ്പാക്കുക. എയർ കണ്ടീഷൻ അല്ലെങ്കിൽ ഫാനിൻ്റെ ചെറിയ മൂളലുള്ള ശബ്ദം, അതായത് വൈറ്റ് നോയ്സ് വെക്കുന്നത് വളരെ നല്ലതാണ്. സ്റ്റെപ്പ് നമ്പർ 5, ഡേ ടൈം കണക്ഷൻ. പകലിലെ സ്നേഹമാണ്. പകൽ സമയത്ത് അവർക്ക് ധാരാളം സ്നേഹവും ഒരുമിച്ച് കളിക്കാനുള്ള സമയവും നൽകുക. സ്നേഹം കിട്ടാത്ത കുട്ടികൾ രാത്രി അമ്മയുടെ സാമീപ്യത്തിന് വേണ്ടി ഉണർന്നിരിക്കും. ഇനി നിങ്ങളുടെ കുട്ടിക്ക് ഈ ഉറക്കമില്ലായ്മയോടൊപ്പം സംസാരിക്കാൻ വൈകുക, അമിതമായ ദേഷ്യവും വാശിയും കാണിക്കുക, ചെറിയ ശബ്ദങ്ങൾ പോലും കേൾക്കുമ്പോഴുള്ള വലിയ പേടി എന്നിവയുണ്ടോ എങ്കിൽ ഇത് ഓട്ടിസം സ്പെക്ട്രം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിലേയുടെ തുടക്കമാകാം. സംശയം തോന്നിയാൽ 3 വയസ്സിനുള്ളിൽ തന്നെ നല്ലൊരു പ്രൊഫഷണൽസിൻ്റെ കയ്യിൽ നിന്നും ഡയഗ്നോസ് ചെയ്തെടുക്കാനും തെറാപ്പികൾ ആരംഭിക്കുകയും ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പകലുറക്കം 1 മുതൽ 1.5 മണിക്കൂർ താഴെയാക്കി ചുരുക്കുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മൊബൈലോ ടി വിയോ കാണിക്കരുത്, അത് ഉറക്കത്തെ ബാധിക്കും.
വൈകുന്നേരങ്ങളിൽ നന്നായി ഓടിക്കളിക്കാൻ അനുവദിക്കുക. രാത്രി 7:30ക്കും 8 മണിക്കും ഉള്ളിൽ തന്നെ കുട്ടിയെ ഉറക്കി തുടങ്ങാൻ നമ്മൾ ശ്രമിക്കുക. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റെപ്പ് 3യിൽ പറഞ്ഞ കോർ റെഗുലേഷൻ അഥവാ ഒരുമിച്ച് ശാന്തരാവുക എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. കാരണം കുട്ടികളുടെ വാശി പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്ന ഒരു കിടിലൻ സൈക്കോളജിക്കൽ ടെക്നിക്കാണിത്. ചെറിയ കുട്ടികളുടെ തലച്ചോറിന് സ്വന്തമായി സങ്കടം മാറ്റാനോ ദേഷ്യം നിയന്ത്രിക്കാനോ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തലച്ചോറ് ഒരു കണ്ണാടി പോലെയാണ് പ്രവർത്തിക്കുന്നത്. കുട്ടി കരയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടാൽ അവർ കൂടുതൽ ഉച്ചത്തിൽ കരയും. എന്നാൽ നമ്മൾ ശാന്തമായിട്ടിരുന്നാൽ ആ ശാന്തത അവരുടെ തലച്ചോറും കോപ്പി ചെയ്യും. അവർ വേഗം റിലാക്സ്ഡ് ആവും. ഈ ടെക്നിക്കിന് പറയുന്ന പേരാണ് 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നിക്ക്. രാത്രി കുട്ടി എഴുന്നേറ്റ് നിർത്താതെ കരയുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ആദ്യം നിങ്ങൾ റിലാക്സ്ഡ് ആവുക. കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശാന്തമായിട്ട് പറയുക, അമ്മ ഇവിടെ തന്നെയുണ്ട്, പേടിക്കണ്ട. എന്നിട്ട് ഒന്ന് പതുക്കെ ശ്വാസമെടുക്കുക. കുട്ടി നിങ്ങളുടെ നെഞ്ചിൻ്റെ ശ്വാസവും താളവും അനുകരിക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങും. ശേഷം കാണാൻ കഴിയുന്ന 5 കാര്യങ്ങൾ, ആ ചുമരിലെ ലൈറ്റ് കണ്ടോ, ഫാൻ കറങ്ങുന്നത് കണ്ടോ, ജനലിലെ കർട്ടൻ നോക്കിയേ എന്നൊക്കെ പറയുക. ശേഷം തൊടാൻ കഴിയുന്ന 4 കാര്യങ്ങൾ, അമ്മയുടെ ഡ്രസ്സിലൊന്ന് തൊട്ട് നോക്കിയേ, നിൻ്റെ ഉടുപ്പൊന്ന് പിടിച്ച് നോക്കിയേ, നിൻ്റെ പുതപ്പ് എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിയേ, ആ തലയിണയിലൊന്ന് പിടിച്ചേ, അമ്മയുടെ വിരലിലൊന്ന് അമർത്തി പിടിച്ചേ എന്നൊക്കെ പറയുക. പിന്നീട് കേൾക്കാൻ കഴിയുന്ന 3 ശബ്ദങ്ങൾ, AC-യുടെ മൂളക്കം കേൾക്കുന്നുണ്ടോ, ഫാനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ, ആ വാച്ചിലെ ടിക് ടിക് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അടുത്തതായി മണക്കാൻ കഴിയുന്ന 2 കാര്യങ്ങൾ കൂടി ആവശ്യപ്പെടുക. നമ്മൾ ഈ കിടക്കുന്ന വിരിപ്പിന് നല്ല മണമില്ലേ, നീ ഇന്ന് കുളിച്ചപ്പോൾ ഉപയോഗിച്ച സോപ്പ് മണക്കുന്നുണ്ടോ എന്നൊക്കെ പറയുക. അവസാനമായിട്ട് ഒരു രുചി. കരച്ചിൽ ഏറെക്കുറെ മാറി തുടങ്ങിയിട്ടുണ്ടാകും. ആ സമയത്ത് അവരുടെ ശ്രദ്ധ മാറ്റാനായി വെള്ളം കൊടുക്കാവുന്നതാണ്. കുട്ടി വാശി പിടിച്ച് കരയുമ്പോൾ അവരുടെ തലച്ചോറ് ആ കരച്ചിലിൽ കുരുങ്ങി കിടക്കുകയായിരിക്കും. എന്നാൽ നമ്മൾ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങൾ പതുക്കെ ചോദിക്കുമ്പോൾ കുട്ടിയുടെ തലച്ചോറ് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. എന്തിനാണ് കരഞ്ഞത് എന്ന് മറന്ന് അവർ വേഗത്തിൽ ശാന്തരാവാനും തുടങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഫ്രീ പ്രിൻ്റബിൾ സ്ലീപ്പ് റിഗ്രഷൻ ട്രാക്കർ ആൻഡ് 7 days ജെൻറ്റിൽ സ്ലീപ്പ് പ്ലാൻ PDF നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കുട്ടികളുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് പിൻഡ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. മഹാകവി വൈലോപ്പിള്ളി അദ്ദേഹത്തിൻ്റെ ഊഞ്ഞാലിൽ എന്ന കവിതയിൽ പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ ഒരു വരിയുണ്ട്. ചിരിച്ചു തുള്ളും ബാല്യം ചിന്ത വിട്ടുറങ്ങട്ടെ. അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾക്കും പകൽ മുഴുവൻ ചിരിച്ച് കളിച്ച് രാത്രി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.